എല്ലാവർക്കും നമസ്കാരം. രാമായണം കഥയിലൂടെ ശ്രീമദ് വാൽമീകി രാമായണം ഭാഗം 19 കിഷ്കിന്ധാകാന്ഡം. താരയുടെ വിലാപം. താര വിലാപത്തോടെ പറഞ്ഞു. തൻ്റെ വാക്കുകൾ കേൾക്കാതെ അനുജൻ്റെ പത്നിയെ സ്വീകരിച്ചു. അനുജനെ നാട്ടിൽ നിന്ന് പുറത്താക്കി. എല്ലാറ്റിനും അറുതി വരുത്തുന്ന കാലം എത്തി. ബലശാലിയായ ബാലി സുഗ്രീവന് അടിമപ്പെട്ടു. സുഗ്രീവൻ കൃതാർത്ഥനായി കഴിഞ്ഞു. നാടും രുമയും അധീനത്തിലായി. ബാലി എന്തുകൊണ്ടാണ് താരയെ ഒന്ന് നോക്കാത്തത്? ബാലിയുടെ പുത്രൻ അംഗദനും ബാലിയുടെ അനേക ഭാര്യമാരും നിലവിളിക്കുന്നത് കേൾക്കുന്നില്ലേ? ഒറ്റ പുത്രനെ ആശ്വസിപ്പിച്ച് നീ ദീർഘായുസ്സായിരിക്കൂ എന്ന് പറയാത്തതെന്ത്? ആകാശദേശത്തു നിന്ന് ഭൂമിയിൽ പതിച്ചൊരു നക്ഷത്രം പോലെ ബാലിയുടെ സമീപത്ത് കിടക്കുന്ന താര പ്രായോപവേശത്തിനൊരുങ്ങി. അത് കണ്ട് ഹനുമാൻ അർത്ഥയുക്തങ്ങളായ ധാർമ്മിക വാക്കുകൾ കൊണ്ട് താരയെ സമാശ്വസിപ്പിക്കാൻ തുടങ്ങി. പുത്രനോടു കൂടി ജീവിക്കുന്ന താര അംഗദകുമാരനു വേണ്ട ഭാവി കാര്യങ്ങൾ ആലോചിക്കണം. ദേഹികളുടെ സ്ഥിതി യാതൊരു വ്യവസ്ഥയുമില്ലാത്തതാണെന്ന് പണ്ഡിതയായ താരയ്ക്കറിയാം. ജീവിതയാത്രയിൽ പുണ്യത്തിൻ്റെ ഫലം ഈ ലോക ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതല്ല. ധർമ്മജേതാക്കൾ ചെന്നെത്തുന്ന സ്ഥലത്താണ് ആയിരം കവികളുടെ നായകനായി ന്യായാർത്ഥങ്ങളെല്ലാം അറിയുന്ന ബാലി ചെന്നെത്തുന്നത്. വ്യാഘ്രതുല്യനായ കപീശ്വരന്മാർക്കും അംഗദകുമാരനും താരയാണ് ഇനി ഈശ്വരി. ഭർത്താവിന് അന്ത്യമായി ചെയ്യേണ്ടത് ചെയ്യണം. അംഗദകുമാരന് പട്ടാഭിഷേകം കഴിക്കണം. താര പതുക്കെ പറഞ്ഞു. അംഗദനല്ല, ബാലിയുടെ അധീനതയിലുള്ള വാനര രാജ്യം ഇനി ഭരിക്കേണ്ടത് ബാലിയുടെ സഹോദരൻ സുഗ്രീവനാണ്. അംഗദനെ പറ്റി താൻ യാതൊന്നും ആലോചിക്കുന്നില്ല. മകന് ബന്ധു പിതാവാണ്, മാതാവല്ല. മരണാസന്നനായി കിടക്കുന്ന ബാലി തൻ്റെ അരികിൽ കൈകളോടെ നിൽക്കുന്ന സുഗ്രീവനോട് വീണ്ടും ഒരേ കാര്യം തന്നെ പറഞ്ഞു. അംഗദനെ സ്വന്തം പുത്രനായി കരുതണം. മാതാവും ത്രാതാവും അഭയമേകുന്ന പിതാവും അംഗദന് ഇനി സുഗ്രീവനാണ്. താരാപുത്രനായ അംഗദൻ സുഗ്രീവനെ പോലെ പരാക്രമിയാകും. തൻ്റെ പ്രാണാധിക പ്രിയനായ പുത്രനെ ആത്മജനായി കരുതണം. വാനരേന്ദ്രനായ സുഷേണൻ്റെ പുത്രി താര മഹാപണ്ഡിതയാകയാൽ സൂക്ഷ്മകാര്യങ്ങളുടെ തീർപ്പ് കൽപ്പിക്കാൻ വളരെ സമർത്ഥയാണ്. താര ബുദ്ധിപൂർവം ആലോചിച്ച് നല്ലതെന്ന് പറയുന്ന ഏതു കാര്യത്തിലും പിന്നെ സംശയിക്കുകയേ വേണ്ട. അന്നോളം താരയുടെ തീരുമാനങ്ങൾ തെറ്റിയിട്ടില്ല. കൂടാതെ ബാലി തുടർന്നു. ശ്രീരാമചന്ദ്രൻ്റെ കാര്യത്തിൽ യാതൊരു അലംഭാവവും പാടില്ല. വ്യവസ്ഥയനുസരിച്ച് രാമനെ സഹായിക്കാതിരുന്നാൽ സുഗ്രീവനെയും രാമൻ നിഗ്രഹിക്കും. തൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല തൻ്റെ കഴുത്തിൽ തന്നെ ഇനിയും കിടന്നാൽ വാനര രാജ്യത്തിലെ ഐശ്വര്യം മുഴുവൻ അസ്തമിക്കും. അതിനാൽ അമൂല്യമായ ഹാരം ബാലിയിൽ നിന്നെടുത്ത് സുഗ്രീവൻ അണിയണം. സുഗ്രീവൻ ജ്യേഷ്ഠൻ്റെ വാക്കുകൾ അതീവ ആദിയോടെയാണ് കേട്ടതെങ്കിലും പറഞ്ഞ പ്രകാരം മാല കഴുത്തിൽ അണിഞ്ഞു. അംഗദനോടും ബാലി ഹിതമായത് പറഞ്ഞേൽപ്പിച്ചു. ദേശകാലങ്ങളെപ്പറ്റി ആലോചിച്ച് പ്രിയാപ്രിയങ്ങളെ സ്വീകരിച്ച് സുഖദുഃഖങ്ങളെ കാലത്തിനനുസരിച്ച് കണക്കിലെടുത്ത് ഈശ്വര വിശ്വാസത്തോടെ സുഗ്രീവന് വിധേയനായി നിൽക്കണം. അച്ഛൻ്റെ അതിലാളനയേറ്റ് വളർന്നവനാണെങ്കിലും അംഗദൻ ഇനിയും ഇത്തരത്തിൽ ജീവിച്ചാൽ ഇളയച്ഛൻ അംഗദനെ പരിഗണിക്കുകയില്ല. സുഗ്രീവൻ്റെ ശത്രുക്കളെ ഇനി ഒരിക്കലും മിത്രങ്ങളായി കാണരുത്. ആരെയും അതിയായി സ്നേഹിക്കുകയോ സ്നേഹിക്കാതിരിക്കുകയോ അരുത്. എപ്പോഴും മധ്യവർത്തിയായിരിക്കണം. ഓമനപുത്രനോട് ബാലി ഒരിക്കൽ കൂടി പറഞ്ഞു. സുഗ്രീവൻ്റെ ശത്രുക്കളോട് യോജിക്കരുത്. പ്രവൃത്തികളെല്ലാം സാമർത്ഥ്യത്തോടെ ചെയ്ത് സുഗ്രീവൻ്റെ കീഴിൽ നിൽക്കണം. ബാണം തറച്ച വേദന അസഹ്യമായി. ബാലിയുടെ കണ്ണുകൾ വട്ടം ചുറ്റി. ഘോരദന്തങ്ങൾ പുറത്ത് കാണാറായി. ബാലി അന്ത്യശ്വാസം വലിച്ചു. വാനര സൈന്യം ഉച്ചത്തിൽ നിലവിളിച്ചു. മഹാവീരനായ വാനരേന്ദ്രൻ്റെ ശരീരത്തെ കെട്ടിപ്പുണർന്ന്
വെട്ടിയിട്ട മരത്തിൽ ചുറ്റിയ വള്ളി കണക്കെ താര ചലനരഹിതയായി. ഭൂമിയെ ആലിംഗനം ചെയ്തു കിടക്കുന്ന ബാലി താരയേക്കാൾ ഭൂമിയെ പ്രിയതരമെന്ന് കരുതുന്നുവോ? താര ചോദിച്ചു. ദുഃഖസാഗരത്തിൽപ്പെട്ട് കരയുന്ന താര, മൃതനായി കിടക്കുന്ന ജ്യേഷ്ഠൻ. സുഗ്രീവന് എല്ലാറ്റിനോടും വിരക്തി തോന്നി. ഋഷ്യമൂകാചലത്തിൽ അല്ലലില്ലാതെ കഴിഞ്ഞാൽ മതിയായിരുന്നു. നിന്നെ ഞാൻ കൊല്ലുകയില്ല എന്ന് പറഞ്ഞ് വധിക്കാതെ തിരിച്ചയച്ച ആ ഭ്രാതൃസ്നേഹം താൻ മനസ്സിലാക്കിയില്ലല്ലോ. അചിന്ത്യവും അക്ഷന്ത്യവുമായ മഹാപാപമാണ് താൻ സമ്പാദിച്ചിരിക്കുന്നത്. സഹോദരനാശം ആഗ്രഹിച്ച മഹാപാപി ജീവിക്കുന്നിടം താര ഉപേക്ഷിക്കും. പുത്രന്റെ രക്ഷയ്ക്ക് താര ജീവിച്ചിരിക്കണം. പിതൃനഷ്ടത്താൽ വിലപിക്കുന്ന അംഗദൻ കൂടി നഷ്ടമായാൽ താര ജീവിക്കുകയില്ല. സുഗ്രീവന് രാജ്യവും വേണ്ട, ജീവിതവും വേണ്ട എന്ന തോന്നലായി. സുഗ്രീവൻ ശ്രീരാമചന്ദ്രനോട് അപേക്ഷിച്ചു, തനിക്ക് വിട നൽകിയാലും. സുഗ്രീവന്റെ വാക്കുകൾ ശ്രീരാമചന്ദ്രനെ വേദനിപ്പിച്ചു. വിലപിക്കുന്ന താരയെയും സുഗ്രീവനെയും രാമൻ കാരുണ്യപൂർവ്വം കടാക്ഷിച്ചു. താര ചുറ്റും നോക്കിയപ്പോൾ നിൽക്കുന്നത് ശ്രീരാമനാണെന്ന് മനസ്സിലായി. താര രാമനോട് പറഞ്ഞു, പത്നി വിയോഗ ദുഃഖം ഉത്തമനായ ഒരുവനെ എത്രമാത്രം ബാധിക്കുമെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. താരയെ പിരിഞ്ഞ് ബാലി സ്വർലോകത്തിലും തൃപ്തനാവുകയില്ല, വ്യസനിക്കും. അതിനാൽ ഒരു അസ്ത്രത്താൽ എന്നെയും വധിച്ച് ഭർത്താവോടൊത്ത് അമരലോകത്ത് വസിക്കാൻ അനുവദിക്കണം. സ്ത്രീവധം ചെയ്തു എന്ന പാപം ബാധിക്കില്ല, കാരണം ബാലിയും ഞാനും ഒരേ ആത്മാവാണ്. താര ദിവംഗതനായ ബാലിക്ക് പത്നിദാനം ചെയ്യാൻ തന്നെ വധിക്കണമെന്ന് അതികഠിനമായ വ്യസനത്താൽ വിലപിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും താര അപേക്ഷിച്ചു. രാമൻ താരയെ സമാശ്വസിപ്പിച്ചു. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയിൽ ലോകത്തിലെ സുഖവും ദുഃഖവും അതാത് കാലത്ത് അനുഭവിച്ചേ തീരൂ. കാരണം അതൊക്കെ നിശ്ചയിക്കുന്നത് വിധിയാണ്. വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ല. താര ഇനിയും ജീവിച്ചിരിക്കണം. താരയുടെ പുത്രനെ യുവരാജാവാക്കി വാഴിക്കാൻ ഞാൻ തീരുമാനിച്ചു. രാജമാതാവായി താര ഇനിയും സന്തോഷത്തോടെ കഴിയണം. രാമൻ വെറും വാക്കുകൾ പറയാറില്ല. ലക്ഷ്മണനും ശ്രീരാമനും താരയെയും അംഗദനെയും സുഗ്രീവനെയും സമാശ്വസിപ്പിച്ചു. കാലത്തെ അതിക്രമിക്കുവാൻ ആർക്കും കഴിയില്ല. കാലത്തിന് ബന്ധുവില്ല, കാരണമില്ല, പരാക്രമമില്ല. ചാർച്ചക്കാരോ വേഴ്ചക്കാരോ ഇല്ല. അതിനാൽ അറിവുള്ളവർ കാലാവലോകനം ചെയ്ത് പെരുമാറണം. ധർമ്മം, അർത്ഥം, കാമം ഇവ മൂന്നും കാലത്തിന് അധീനമാണ്. ധർമാർത്ഥ കാമബന്ധിതമായ കർമ്മങ്ങളാലും ഭീരുവിനെ പോലെ സംരക്ഷണത്തിന് തുനിയാതിരുന്നതിനാലും ബാലി വീരസ്വർഗം പ്രാപിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് ബാലിയുടെ ജഡം യഥോചിതം സംസ്കരിക്കുക എന്നതാണ്. ഉറക്കെ കരയുന്ന അംഗദനും സുഗ്രീവനും ചേർന്ന് ദിവ്യവും ഭദ്രസിംഹാസനത്തോടു കൂടിയതുമായ വിചിത്ര ശോഭയുള്ള പല്ലക്കിൽ ബാലിയുടെ ദേഹം ചിത്രവർണ്ണ വസ്ത്രാഭരണാദികൾ അണിയിച്ച് എടുത്തുവെച്ചു. സുഗ്രീവന്റെ നിർദ്ദേശത്താൽ രത്നങ്ങൾ വാരി വിതറിക്കൊണ്ട് വാനരവീരന്മാർ പല്ലക്കിനെ അനുഗമിച്ചു. ഉന്മാദിനിയെപ്പോലെ കരയുന്ന ചക്രവർത്തിനിയായ താരയെ സഖികളും പരിചാരികമാരും വിഷമിച്ച് എഴുന്നേൽപ്പിച്ചു. ശ്രീരാമബാണത്താൽ ഹതനായ ബാലിയെ വിധിപ്രകാരം സംസ്കരിച്ച് അംഗദനെ മുൻനിർത്തി ഉദകക്രിയകൾ അനുഷ്ഠിച്ച ശേഷം സുഗ്രീവൻ ലക്ഷ്മണനോടൊന്നിച്ച് ശ്രീരാമ സവിധത്തിലെത്തി. സുഗ്രീവ അംഗദന്മാരുടെ കിരീടാധാരണം നടത്തിക്കാൻ മനോഹരമായ പർവ്വത ഗുഹയിലേക്ക് ശ്രീരാമനെ ആനയിക്കാൻ സുഗ്രീവൻ ശ്രമിച്ചു. എന്നാൽ പിതൃകൽപ്പന അനുസരിക്കുന്ന താൻ 14 സംവത്സരകാലം ഒരു നാട്ടിലോ നഗരത്തിലോ പ്രവേശിക്കുകയില്ലെന്ന ദൃഢനിശ്ചയം രാമൻ അറിയിച്ചു. ദാശരഥി പറഞ്ഞു, വർഷകാലം വരവായി എന്നറിയിച്ചുകൊണ്ട് അതാ പ്രകൃതി കറുത്തിരുളുന്നു. 4 മാസക്കാലം മറ്റു കാര്യങ്ങൾ സമാരംഭിക്കാൻ നന്നല്ല. ആ ഒരവസരത്തിൽ സുഗ്രീവന്റെയും അംഗദന്റെയും അഭിഷേകം നടത്താൻ കവികൾ കിഷ്കിന്ധയിലേക്ക് പോകണം. രാമൻ അനുജനോടൊപ്പം ചതുർമാസ്യവ്രതം തുടരും. ശ്രീരാമചന്ദ്രന്റെ ആജ്ഞയനുസരിച്ച് സുഗ്രീവൻ അഭിഷിക്തനായി. അംഗദൻ യുവരാജാവായി. ആഹ്ലാദത്തിലായ പ്രജകൾ ഉയർന്ന കൊടികൾ നാട്ടി
കിഷ്കിന്ധ നഗരിയെ അതീവ രമ്യമാക്കി. വാനര രാജാവായി അഭിഷിക്തനായ സുഗ്രീവൻ ഗുഹാന്തസ്ഥിതമായ കിഷ്കിന്ധ നഗരിയിൽ അതീവ രമ്യമായ അരമനയിൽ വാസം തുടങ്ങി. ദാശരഥിമാർ പ്രസ്രവണ പർവ്വതത്തിൽ നീണ്ടു വലുതായൊരു വാസത്തിനായി സ്വീകരിച്ചു. ചതുർമാസ്യാവധി ഗുഹയിൽ കഴിയാൻ ഉറച്ച ശ്രീരാമചന്ദ്രൻ വർഷകാലം പുളകിതമായ പ്രകൃതിയുടെ പർവ്വതത്തിൻ്റെ നാനാമൃഗ പക്ഷിവൃന്ദത്തിൻ്റെ വൈചിത്ര്യരമ്യങ്ങളായ സവിശേഷതകൾ ഒന്നൊന്നായി അനുജനെ ചൂണ്ടിക്കാണിച്ചു. രാത്രിയും പകലുമായി പ്രകൃതിയുടെ ലീലകൾ, ഭാവപകർച്ചകൾ കണ്ട് ആനന്ദിക്കേണ്ടത് തുറന്നു വെച്ച കാടുകളിലാണ്. രാത്രിയുടെ സംഗീതം പലതരം ശബ്ദഘോഷങ്ങൾ ഉയർത്തി പ്രകൃതി താളം പിടിക്കുന്നു, പാട്ടുപാടുന്നു. പ്രസ്രവണ പർവ്വതത്തിൽ നൈസർഗിക സുന്ദരമായ വനസ്ഥലിയിൽ സുഖവാസമാണെങ്കിലും ശ്രീരാമന് മനസ്സുഖമുണ്ടായില്ല. പ്രാണപ്രിയയെ പിരിഞ്ഞ വ്യസനം രാമനെ വല്ലാതെ ക്ലേശിപ്പിക്കുമ്പോൾ തുല്യ ദുഃഖിതനായ ലക്ഷ്മണൻ ആശ്വസിപ്പിക്കും. വ്യസനം കൊണ്ട് കാര്യങ്ങളെല്ലാം വിപരീതമായി തീരും. ഈശ്വര തുല്യനായ ശ്രീരാമൻ ആസ്തിക്യനും ധർമ്മനിരതനും അത്യുത്സാഹിയുമായി വർത്തിക്കണം. ദുഃഖത്തെ ഉന്മൂലനം ചെയ്ത് രാവണനെ സകുലം വധിക്കാൻ തക്ക വീര്യം ദാശരഥിക്കുണ്ട്, ലക്ഷ്മണൻ പറഞ്ഞു. ലക്ഷ്മണന്റെ ഹിതമായ വാക്കുകൾ സർവാത്മന കൈക്കൊണ്ട രഘുവരൻ മഴ മാറി നദികളും സുഗ്രീവനും തെളിയുന്ന ശരത്കാലത്തെ കാത്തിരിപ്പായി. ദാശരഥികൾ മാല്യവാൻ എന്ന പർവ്വത പാർശ്വത്തിൽ വസിക്കുന്ന കാലത്ത് വൻമലകൾ പോലെ ആകാശത്ത് കാർ തിങ്ങി നിറഞ്ഞു. ചണ്ഡകിരണന്റെ രശ്മികൾ രസായനം എന്ന കണക്കിന് സമുദ്രജലത്തെ തപിപ്പിച്ച് പാനം ചെയ്തു വാനിലേക്ക് പ്രസവിക്കുകയാണ്. അത്യുഗ്ര വേനലിൽ ചുട്ടുപഴുത്ത ഭൂമിയിൽ പ്രഥമോധ ബിന്ദുക്കൾ പതിയുമ്പോൾ ഭൂമി സീതയെപ്പോലെ ബാഷ്പാകുലയാകുന്നു. കരിമേഘക്കാടുകളിൽ മിന്നൽ പുഴയുമ്പോൾ രാവണന്റെ മടിയിൽ വിറപൂണ്ട് കിടക്കുന്ന മൈഥിലിയെയാണ് രാമൻ കാണുന്നത്. വർഷകാല രാത്രികളും നദീപ്രവാഹങ്ങളും മഴയേറ്റ് ഭൂമി ഉർവരത നേടുന്നതും മഴയുടെ പ്രഭാവവും ശ്രീരാമചന്ദ്രൻ അനുജനോട് വിവരിച്ചു കൊണ്ടേയിരുന്നു. വർഷകാല നിശീഥിനികൾ വിരഹാർത്തനായ രാമനെ കൂടുതൽ കൂടുതൽ ക്ലേശിപ്പിക്കുന്നു. ആകാശത്ത് മഴക്കാടുകൾ നിറയുമ്പോൾ രാമൻ സീതയോർത്ത് വിലപിച്ച് സാധാരണ ഒരു കാമുകനെ പോലെ ദുഃഖിതനാകും. വർഷകാലത്തെ പ്രകൃതിയും രാത്രികളും പകലുകളും വിരഹിയായ രാമനെ ദയ കൂടാതെ തപിപ്പിച്ചു. വർഷകാല രാത്രിയുടെ മാസ്മരിക ഭാവം ആസ്വദിച്ച് സുഗ്രീവൻ പ്രിയ പത്നിയുമായി ആഹ്ലാദത്തോടെ കഴിയുന്നുണ്ടാകണം, രാമൻ പറഞ്ഞു. രാമന്റെ സ്ഥിതി വർഷപാതത്തിൽ കുതിർന്ന് അടർന്നു വീഴാവുന്ന പുഴവക്ക് പോലെ ആയിരിക്കുന്നു. രാജ്യം നഷ്ടപ്പെട്ടു. അപാരതയിലേക്ക് നീണ്ടു പോകുന്ന സാഗര വിസ്തൃതിയെപ്പോലെ ഒരു രാക്ഷസ രാജാവ് ശത്രുവായി മുന്നിൽ. വർഷകാല നിശീഥിനിയിൽ പ്രകൃതി പുറപ്പെടുപ്പിക്കുന്ന താളവിസ്മയങ്ങൾ ആസ്വദിച്ചുകൊണ്ട് രാമൻ സീതയെ തന്നെ ഓർത്തോർത്തിരുന്നു. നദികളും ആകാശവും ഭൂമിയും കാടുകളും മഴയേറ്റ് കഴുകിയെടുത്തതുപോലെ തിളങ്ങുന്ന ശരൽക്കാലത്തെ പ്രതീക്ഷിച്ച് രാമൻ യാമങ്ങൾ കഴിച്ചു. ചതുർമാസ്യം അവസാനിക്കുകയാണ്. മഴ മേഘങ്ങൾ ഒഴിഞ്ഞ ആകാശം, ഇടിയും മിന്നലുമായി തകർത്ത് പെയ്ത മഴ അതിൻ്റെ എല്ലാ പ്രതാപത്തെയും പിൻവാങ്ങി. മഴ പേടിച്ച് മാനസ സരോവരത്തിലേക്ക് പോയിരുന്ന രാജഹംസങ്ങൾ തിരിച്ചു വരുന്നതിൻ്റെ കളകോചനം അന്തരീക്ഷത്തിൽ ശബ്ദതരംഗങ്ങൾ സൃഷ്ടിച്ചു. ആഗ്രഹങ്ങളൊക്കെ സാധിച്ച സുഗ്രീവൻ സ്വപത്നി രുമയും തരുണീരത്നമായ താരയും സ്വാധീനത്തിലായതോടെ പകലെന്നില്ലാതെ സ്ത്രീജിതനായി ക്രീഡാലോലുപനായി കഴിയുന്നു. രാജകാര്യങ്ങൾ സുഗ്രീവന് പൊല്ലാപ്പുകളാണ്. അതൊക്കെ അമാത്യന്മാർ ശ്രദ്ധിക്കട്ടെ. അവർക്ക് നിർദ്ദേശം കൊടുക്കുവാനുള്ള സമയം പോലുമില്ല. കാലോചിതമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ അന്തപുരത്തിൽ നിന്നിറങ്ങാതെ സുഗ്രീവനെ ഒരു നാൾ തത്വജ്ഞനായ ഹനുമാൻ സമീപിച്ച് ഹിതകരമായ വാക്കുകൾ പറഞ്ഞു. ശ്രീരാമസ്വാമി പറഞ്ഞ പ്രകാരമുള്ള കാലം 4 മാസവും കഴിഞ്ഞു. രഘുകുല തിലകമായ ശ്രീരാമസ്വാമി സുഗ്രീവനുമായി സന്ധി ചെയ്ത പ്രകാരം എല്ലാം നേടിക്കൊടുത്തു.
കാത്തിരിക്കുന്നു. പ്രത്യുപകാരമായി സാധിച്ചു കൊടുക്കേണ്ട കാര്യം ഇനിയും മാറ്റിവെച്ചാൽ ശ്രീരാമസ്വാമിയുടെ അപ്രീതിക്ക് പാത്രമാകും. അങ്ങനെ വന്നാൽ സുഗ്രീവന് ഏതു ലോകത്തും അഭയം കിട്ടില്ല. വാനരപ്പടയ്ക്ക് ആജ്ഞകൾ നൽകണം. പാതാളത്തിലോ ഭൂമിയിലോ ആകാശത്തോ അലയാഴിയിലോ അവർ സീതാദേവിയെ അന്വേഷിക്കട്ടെ. വാനര സൈന്യം രാജാവിൻ്റെ കൽപ്പന കാത്തു കഴിയുന്നു. പ്രത്യുപകാരം മറക്കുന്നവൻ ജീവിച്ചിരിക്കെ തന്നെ മരിച്ചവനാണ് എന്നോർക്കണം. മാരുതിയുടെ ബുദ്ധിപൂർവമുള്ള വാക്കുകൾ സുഗ്രീവനെ ഉണർത്തി. ഉടൻ തന്നെ നീലനെ വിളിച്ച് ആജ്ഞകൾ നൽകി. വൻ പടയെ ഒരുക്കണം. 15 ദിവസങ്ങൾക്കുള്ളിൽ എത്താത്തവരെ വധിക്കണം. സുഗ്രീവൻ ഉഗ്രമായ ചില ആജ്ഞകൾ നൽകിയ ശേഷം വീണ്ടും അന്തപുരത്തിലെ സുഖാനുഭൂതിയിലേക്ക് തന്നെ മടങ്ങി. സുഗ്രീവന്റെ അലംഭാവം ദാശരഥികളെ കുപിതരാക്കി. വീരലക്ഷ്മണൻ ജ്യേഷ്ഠന്റെ ആജ്ഞയനുസരിച്ച് സുഗ്രീവനെ കാണാനെത്തി. കപികൾ ലക്ഷ്മണകോപം കണ്ട് ഭയന്നോടി. ലക്ഷ്മണനെ ആദരിക്കാതെ ഭയന്നോടിയ കാവൽക്കാരെ നീക്കി വൻ കപി സൈന്യം അംഗദന്റെ നേതൃത്വത്തിൽ എത്തി. കാലാഗ്നിക്ക് സദൃശ്യനായി നടന്നടുക്കുന്ന വീരലക്ഷ്മണനെ കണ്ട് സൈന്യങ്ങളുടെ കൂട്ടത്തിൽ ചന്ദ്രനെ പോലെ പ്രകാശം ചൊരിഞ്ഞു നിൽക്കേണ്ട ഭാര്യപുത്രൻ അംഗദകുമാരൻ പോലും ഭയന്നു വിറച്ചു. ഉണ്ണി അംഗദ, ശ്രീരാമാനുജൻ രാമസന്ദേശവുമായി കോട്ടവാതിക്കൽ നിൽക്കുന്നു എന്ന് സുഗ്രീവനോട് പറയൂ. കപീന്ദ്രന്റെ ഉത്തരം തൃപ്തികരമാണോ എന്ന് നമുക്കറിയണം. ലക്ഷ്മണൻ അംഗദനോട് പറഞ്ഞു. പരിഭ്രാന്തനായ അംഗദൻ അന്തപുരത്തിൽ പ്രവേശിച്ച് പിതൃവ്യന്റെ തൊട്ടു വണങ്ങി. മാതാവായ താരയെയും രുമയെയും നമസ്കരിച്ചുകൊണ്ട് ലക്ഷ്മണന്റെ വരവ് അറിയിച്ചു. കാമാന്ധനും മദ്യമത്തനുമായ ആ കപിശ്രേഷ്ഠന് ഒന്നും മനസ്സിലായില്ല. കപി സൈന്യം ദിക്കുകളെല്ലാം പൊട്ടത്തക്ക വിധത്തിൽ ഇടിനാദം പോലെ അലറി വിളിച്ചു. ആ ഘോരശബ്ദം സുഗ്രീവനെ ഉണർത്തി. മദ്യമത്തനായി കണ്ണുകൾ ചുമന്ന് മാലകളും ആഭരണങ്ങളും ചിന്നിച്ചിതറിയ സുഗ്രീവൻ എഴുന്നേറ്റു. സുഗ്രീവനെ കർത്തവ്യനിരതനാക്കാൻ സുഷേണൻ, നീലൻ, അംഗദൻ, ഹനുമാൻ ഇവർ അന്തപുരത്തിൽ ചെന്നു. ധർമാത്മാവായ ശ്രീരാമചന്ദ്രൻ അരുളി ചെയ്തത് എന്തോ അത് മഹാരാജാവായ സുഗ്രീവൻ നിസംശയം ചെയ്യണം അവർ അഭ്യർത്ഥിച്ചു. ക്രോധമൂർത്തിയായി നിൽക്കുന്ന ലക്ഷ്മണനെ പറ്റി കേട്ട മാത്രയിൽ തന്നെ സുഗ്രീവന് ബോധം തിരിച്ചു കിട്ടി. ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് സുഗ്രീവൻ സംശയത്തോടെ പറഞ്ഞു. ശ്രീരാമ ലക്ഷ്മണന്മാർ ഇത്ര കോപിക്കാൻ എന്ത് കാര്യം? ആരെങ്കിലും സുഗ്രീവനെ പറ്റി അരുതാത്തത് പറഞ്ഞു കൊടുത്തു കാണും. ഹനുമാനാണ് സുഗ്രീവനെ കൃത്യോന്മുഖമാക്കാനുള്ള സത്യവാക്കുകൾ പറഞ്ഞത്. ശ്രീരാമ ലക്ഷ്മണന്മാർ സഖ്യം ചെയ്തത് നിറവേറ്റി. അതിലൊരാൾ വീരലക്ഷ്മണൻ വില്ലുമായി ഗോപുരവാതിക്കൽ നിൽക്കുന്നു. ആ പുരുഷ സിംഹത്തെ കണ്ട് ഭയന്ന വാനരപ്പടയുടെ ദീനശബ്ദമാണ് ദിക്കെങ്ങും മുഴങ്ങിയത്. ഉണ്ണി അംഗദനെ സന്ദേശം നൽകി അയച്ചത് സൗമിത്രിയാണ്. ഗോപുരവാതിലിൽ കാത്തു നിൽക്കുന്ന മഹാപ്രഭുവിനെ പുത്രനോടും പത്നിമാരോടും കൂടി അതിവേഗത്തിൽ ചെന്ന് കണ്ട് പ്രസാദിപ്പിക്കണം. വെൺമതിലുകളാൽ ആവൃതമായ സുഗ്രീവ മന്ദിരം കൈലാസ ശൈലം പോലെ തിളങ്ങുന്നു. കിഷ്കിന്ധയിലെ വസതികൾ ഓരോന്നും ധനധാന്യ സമൃദ്ധങ്ങളും ശ്രീരക്തങ്ങളാൽ പരിശോഭിതങ്ങളുമാണ്. കാർമേഘത്തെ ഭേദിച്ച് കടക്കുന്ന സൂര്യബിംബം കണക്കെ ഓരോ മതിൽ കെട്ടും പിന്നിട്ട് അതിഗുപ്തമായ മഹാ അന്തപുരം സൗമിത്രി കണ്ടു. മധുര സംഗീതവും വീണാ നിസ്വനവും സുന്ദരീ രത്നങ്ങളുടെ ആഭരണ കിലുക്കവും കേൾക്കാം. ക്രോധമൂർത്തിയായി മാറിക്കഴിഞ്ഞ സൗമിത്രിക്ക് കാഞ്ചീനോഭരനാഥം അസഹ്യമായി. പെട്ടെന്ന് ദിക്കുകൾ പൊട്ടുമാറ് ഒരു ചെറുഞാണൊലി കിഷ്കിന്ധയെ വിറപ്പിച്ചുകൊണ്ട് സൗമിത്രിയുടെ വില്ലിൽ നിന്നുണ്ടായി. എല്ലാ ശബ്ദങ്ങളെയും നിശബ്ദമാക്കി മാറ്റിയ ഞാണൊലി കേട്ട സുഗ്രീവൻ ഭയാക്രാന്തനായി എഴുന്നേറ്റു. ലക്ഷ്മണൻ അടുത്തെത്തിയതായി അറിഞ്ഞു. സുഗ്രീവൻ പേടികൊണ്ട് പതറിപ്പോയി. വായ വിറച്ചുകൊണ്ട് തന്നെ താരയോട് പറഞ്ഞു.
ലക്ഷ്മണൻ കോപിച്ചത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. അതുകൊണ്ട് കുമാരനെ താര തന്നെ പോയി കാണണം. താരയെ കണ്ടാൽ കോപം ശമിക്കും. മഹാപുരുഷന്മാർ സ്ത്രീകളോട് കോപിക്കുകയില്ല. കിഴിഞ്ഞു തൂങ്ങിയ പൊന്നരിഞ്ഞാൺ പതറിയ കാൽവെപ്പുകൾ മദ്യപാനത്താൽ ലജ്ജാവിഹീനനായി മാറിയെങ്കിലും അതിവിനീതനായി ലക്ഷ്മണ സന്നിധിയിൽ ചെന്ന് താര ലക്ഷ്മണന്റെ കോപകാരണം അന്വേഷിച്ചു. ലക്ഷ്മണൻ പറഞ്ഞ സാരഗർഭമായ വാക്കുകൾ കേട്ട് ധൈര്യം തോന്നിയ താര സുഗ്രീവന്റെ അവസ്ഥയെപ്പറ്റി ലക്ഷ്മണനോട് പലതും പറഞ്ഞ് കോപം ശമിപ്പിക്കാൻ ക്ഷമായാചനം ചെയ്തു. സുഗ്രീവൻ കാമപീഡിതനാണെങ്കിലും രാമന്റെ കൃത്യം മറന്നിട്ടില്ല. വാനര സൈന്യങ്ങൾ, കാമരൂപികൾ, പർവ്വത നിവാസികൾ നൂറായിരം സീതാന്വേഷണത്തിന് എത്തിക്കഴിഞ്ഞു, താര അറിയിച്ചു. താരയുടെ സവിനയക്ഷണം സ്വീകരിച്ച് ലക്ഷ്മണൻ അന്തപുരത്തിലേക്ക് കടന്നു. കനകസിംഹാസനത്തിൽ ആഭരണ വിഭൂഷിതനായി കാമിനീ രത്നങ്ങളാൽ സമാവൃതനായി രുമയെ ഗാഠാലിംഗനം ചെയ്തുകൊണ്ടിരിക്കുന്ന സുഗ്രീവനെ കണ്ട് ലക്ഷ്മണന്റെ കണ്ണുകൾ കോപം കൊണ്ട് ചുവന്നു. കോപാന്ധനായി നിൽക്കുന്ന ലക്ഷ്മണനെ കണ്ട സുഗ്രീവൻ പെട്ടെന്ന് എഴുന്നേറ്റു. രാജസദസ്സിലെ എല്ലാ സുന്ദരിമാരും എഴുന്നേറ്റു. സുഗ്രീവന്റെ കൃതജ്ഞതയെ ലക്ഷ്മണൻ ഭർസിച്ചു. കൊടിയ അപരാധങ്ങൾക്ക് പോലും പ്രായശ്ചിത്തം വിധിച്ചിട്ടുണ്ട്. എന്നാൽ കൃതജ്ഞന് മോചനമില്ല. ശ്രീരാമസ്വാമിയോട് ചെയ്ത സഖ്യമനുസരിച്ച് വേണ്ടത് ചെയ്യാതിരുന്നാൽ രാമബാണമേറ്റ് ഹതനായ ഭാര്യയെ ദുഷ്ടനായ സുഗ്രീവൻ അതിവേഗത്തിൽ കാണും. ബാലിപ്പോയ വഴി അടഞ്ഞിട്ടില്ല. കോപാഗ്നിജാലകൾ കൊണ്ട് തേജോരൂപിയായി നിൽക്കുന്ന ലക്ഷ്മണനോട് താര വീണ്ടും പറഞ്ഞു തുടങ്ങി. ഒടുവിൽ ആ മഹാപ്രജ്ഞ അറിയിച്ചു. രുമയെ, എന്നെ, അംഗദനെ, ധനധാന്യ സമൃദ്ധമായ കപിരാജ്യത്തെ മഹാപ്രഭോ, സകലതും ശ്രീരാമചന്ദ്ര പ്രീതിക്കായി സുഗ്രീവൻ സമർപ്പിക്കും. ദശകന്ധരനെ വധിച്ച് ചന്ദ്രസമീപത്തിൽ രോഹിണി നക്ഷത്രമെന്ന പോലെ സീതാദേവിയെ ശ്രീരാമ സവിധത്തിലെത്തിക്കും. താരയുടെ ധർമ്മയുക്തമായ വാക്കുകൾ കേട്ട് സൗമിത്രിയുടെ കോപം തണുത്തു എന്ന് കണ്ട സുഗ്രീവൻ കഴുത്തിൽ കിടന്ന അമൂല്യമായ രത്നമാല പൊട്ടിച്ചെറിഞ്ഞു. മദ്യം വിട്ട് അതിവിനീതനുമായി തുടർന്ന് പറഞ്ഞു. ധർമ്മമൂർത്തിയായ ശ്രീരാമചന്ദ്രൻ രാവണനെ നിഗ്രഹിച്ച് ദേവിയെ വീണ്ടെടുക്കും. സുഗ്രീവൻ വെറുമൊരു ദാസനായി, സഹായിയായി കൂടെ നിൽക്കുന്നതാണ്. തെറ്റുപറ്റാത്ത ഒരാളും ലോകത്തിലില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദാസന്റെ അപരാധം പൊറുക്കണം. ഒറ്റ ബാണം കൊണ്ട് സപ്തസാലങ്ങളും ഗിരിശിഖരവും ഭൂമിയും പിളർന്ന കോദണ്ഡധാരിക്ക് സഹായമെന്തിന്? ലക്ഷ്മണൻ പ്രതിവചിച്ചു. മഹാപരാക്രമിയായ ശ്രീരാമചന്ദ്രസ്വാമി ശത്രുക്കളെ മുഴുവൻ സുഗ്രീവന്റെ സഹായത്തോടു കൂടി നിഗ്രഹിക്കും. സുഗ്രീവൻ ലക്ഷ്മണനോടൊന്നിച്ച് വേഗം പുറപ്പെട്ട് ശ്രീരാമനെ സമാശ്വസിപ്പിക്കണം. സൈന്യ സജ്ജീകരണത്തിന് സന്ദേശവാഹകരായി പോയിരുന്ന വാനരന്മാർ സുഗ്രീവാജ്ഞ അനുസരിച്ച് കൂട്ടം കൂട്ടമായി കിഷ്കിന്ധയിൽ എത്തി. ശീഘ്രഗാമികളായ അവർ തിരുമുൽ കാഴ്ചവെച്ച് സുഗ്രീവനെ ആദരിച്ചു. വെൺകൊറ്റകുട, തഴ ചാമരാദികളാൽ രാജകീയമായി അലങ്കരിച്ച കനകനിർമ്മിതമായ പല്ലക്കിൽ സുഗ്രീവനും ലക്ഷ്മണനും ശ്രീരാമസന്നിധിയിലേക്ക് പുറപ്പെട്ടു. രഘുവീരൻ വസിക്കുന്ന പ്രദേശത്ത് എത്തിയപ്പോൾ പല്ലക്കിൽ നിന്നിറങ്ങി കാൽനടയായി കൈകൂപ്പിക്കൊണ്ട് സുഗ്രീവൻ രാമസവിധത്തിലെത്തി. പാരാവാരം പോലെ നിൽക്കുന്ന വാനര സൈന്യത്തെ കണ്ട് ശ്രീരാമൻ സംപ്രീതനായി. പാദനമസ്കാരം ചെയ്ത സുഗ്രീവനെ ആലിംഗനം ചെയ്തുകൊണ്ട് രാമൻ പറഞ്ഞു. ധർമ്മവും അർത്ഥവും ഉപേക്ഷിച്ച് കാമഭോഗങ്ങളിൽ മുഴുകിയവൻ മരക്കൊമ്പിൽ കിടന്ന് ഉറങ്ങുന്നവനെ പോലെയാണ്. താഴെ വീഴുമ്പോഴേ അവൻ ഉണരൂ. ശത്രു വിനാശത്തിനൊരുങ്ങിയവൻ, ഉത്തമ മിത്രസമ്പാദനത്തിനൊരുങ്ങിയവൻ, ത്രിവർഗഫലങ്ങൾ ആസ്വദിക്കുന്നവൻ ധർമ്മയുക്തനായ രാജാവായി തീരും. സജ്ജരാകാനുള്ള കാലം എത്തിയതിനാൽ ഇനിയുള്ള കാര്യങ്ങൾ ആലോചിച്ച് നടപ്പിൽ വരുത്തണം.
വന്നു ചേർന്നിരിക്കുന്ന കപിസൈന്യത്തെ കണ്ട് ശ്രീരാമൻ സന്തുഷ്ടനായി. സുഗ്രീവാജ്ഞയുടെ തീക്ഷ്ണത രാമന് മനസ്സിലായി. താരാപിതാവായ സുഷേണൻ, ദുർമുഖൻ, ശതബലി, നീലൻ, ഗവയൻ, മൈന്ദവൻ, ദിവിധൻ, ഗജൻ, ഹനുമാന്റെ പിതാവ് കേസരി, ഗവാക്ഷൻ, ദ്രൂമ്രൻ, ജാംബവാൻ, താരൻ, രംഭൻ എന്നിവരുടെ നേതൃത്വത്തിലെത്തിയ സൈന്യ സന്നാഹം കൊണ്ട് ഉയർന്ന ധൂളി സഞ്ചയം സൂര്യനെയും ദിക്കുകളെ കൂടിയും മറച്ചു. പ്രസ്രവണ പർവ്വതവും ആരണ്യവും ചലിച്ചു. 1000 കോടി കപിശ്രേഷ്ഠന്മാരൊന്നിച്ച് ശ്രീ ഹനുമാനും മഹാപ്രഭുവിന്റെ മുന്നിലെത്തി വന്ദിച്ചു നിന്നു. സീത അന്വേഷണത്തിനായി നാനാ ദിക്കുകളിലേക്കും വാനരന്മാരെ നിയോഗിച്ചുകൊണ്ട് സുഗ്രീവൻ ആജ്ഞാപിച്ചു. 30 ദിവസത്തിനുള്ളിൽ മടങ്ങി എത്താതെ വൈകി വരുന്നവർ ആരായാലും മൃത്യുവരിക്കും. ദേവിയെ സന്ദർശിച്ച് കൃതകൃത്യരായി മടങ്ങി വരുവിൻ. ദേവിയെയും കൊണ്ട് തിരിച്ചെത്തിയാൽ അവർക്ക് സുഖങ്ങൾ വന്നു ചേരും. അനേക വിധത്തിൽ ബലപരാക്രമങ്ങൾ ഒത്തിണങ്ങിയവരെ സീത അന്വേഷണത്തിനായി തെക്കൻ ദിക്കിലേക്ക് അയച്ചു. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും വടക്കൻ ദിക്കിലേക്കും ഓരോരോ കപിനായകന്മാരുടെ നേതൃത്വത്തിൽ പടകളെ നിയോഗിച്ചു. സുഗ്രീവൻ അടുത്തു നിൽക്കുന്ന അഞ്ജനാപുത്രൻ ഹനുമാനെ സസ്നേഹം കടാക്ഷിച്ചു. ഹനുമാനിലുള്ള ദൃഢമായ വിശ്വാസവും അറിയിച്ചു. ഹനുമാൻ സീതയെ കണ്ടെത്തും. കാര്യത്തിന്റെ സകല ചുമതലയും വായുപുത്രൻ ഹനുമാനിൽ നിക്ഷേപിക്കുന്നത് കണ്ട് ശ്രീരാമദേവൻ കുറച്ചൊന്ന് ആലോചിച്ചു. ഒരു രാജാവ് മന്ത്രിയെ ഇത്രമാത്രം വിശ്വസിക്കണമെങ്കിൽ അയാൾ കാര്യങ്ങൾ നിർവിഘ്നം സാധിക്കുന്ന ആളായിരിക്കും. ഉത്സാഹം തുടങ്ങിയ വിശിഷ്ട ഗുണങ്ങൾ തികഞ്ഞ മാരുതിയെ സശ്രദ്ധം വീക്ഷിച്ച രാമൻ കൃതാർത്ഥനായി. നാമാങ്കിതമായ മോതിരം മൂരി കയ്യിൽ പിടിച്ചു. ജനകരാജപുത്രിയെ കണ്ട് സീതയ്ക്ക് വിശ്വാസം വരുന്നതിനായി അടയാളമായി മോതിരം കാണിച്ചു കൊടുക്കണം. അതിനാണ് മോതിരം ഹനുമാനെ ഏൽപ്പിക്കുന്നത്. മഹാസുഹൃദിയായ ആഞ്ജനേയൻ മോതിരം വാങ്ങി ശിരസിൽ വെച്ച് തൊഴുകൈകളോടെ പാദനമസ്കാരം ചെയ്തു പോകാനൊരുങ്ങി. രാമൻ പറഞ്ഞേൽപ്പിച്ചു, അമേയ ശക്തനായ മാരുതിയുടെ ബലവിദ്യാദികളിൽ തനിക്ക് വിശ്വാസമുണ്ട്. ജനകരാജപുത്രിയെ നേരിട്ട് കാണാൻ ശ്രമം ചെയ്യുക. സീതാന്വേഷണത്തിന് ഓരോ ദിക്കിലേക്കും വൻ സൈന്യത്തെ സുഗ്രീവൻ നിയോഗിച്ചു. ആ ദിക്കുകളിലെ എല്ലാ പ്രത്യേകതകളും കപിശ്രേഷ്ഠൻ വിവരിക്കുന്നത് കേട്ട് ശ്രീരാമൻ സുഗ്രീവനോട് ആരാഞ്ഞു. 4 ദിക്കുകളിലെയും എല്ലാ പ്രത്യേകതകളും സുഗ്രീവന് നിശ്ചയമായതെങ്ങനെ? സുഗ്രീവൻ അറിയിച്ചു. മായാവിയെ വധിക്കാൻ ഗുഹയിലേക്ക് പോയ ബാലി മരിച്ചെന്നോർത്ത് തിരിച്ച് കിഷ്കിന്ധയിലെത്തി താരാരുമമാരെ സ്വന്തമാക്കി രാജാവായ തന്നെ ബാലി തിരിച്ചെത്തി നാട്ടിൽ നിന്ന് ഓടിച്ചപ്പോൾ പ്രാണഭയത്താൽ നാനാ ദിക്കുകളിലെയും ഓടി ഒളിച്ച് ഒടുവിലാണ് ബാലി കയറാത്ത ഋഷ്യമൂഖാപർവ്വതത്തിൽ താവളമുറപ്പിച്ചത്. അതിനാൽ നാനാ ദിക്കുകളിലെ സകല സ്ഥലികളും സുഗ്രീവന് കൃത്യമായി അറിയാം. തെക്കേ ദിക്കിലേക്ക് യാത്രയായ കപിസൈന്യം വിന്ധ്യാടവി പരിസരങ്ങളിലാകെ തിരയാൻ തുടങ്ങി. വിന്ധ്യാടവിയിൽ ഒരു അങ്കുലം സ്ഥലം പോലും ബാക്കിയില്ലാത്ത ഗാഢമായ തെരച്ചിൽ. ഇങ്ങനെ അതീവ ശ്രദ്ധയോടെ തിരയുമ്പോൾ വലിയൊരു ഗുഹാദ്വാരം കണ്ടു. വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ കപികൾ ജലമന്വേഷിക്കുമ്പോഴാണ് ഋഷഭിളം എന്ന ഗുഹ കണ്ടത്. അന്ധകാരം കട്ട പിടിച്ചു നിൽക്കുന്ന ആ ഗുഹയിൽ നിന്ന് വെള്ളത്തുള്ളികൾ ഉതിർത്തുകൊണ്ട് പക്ഷികൾ പറക്കുന്നതിനാൽ അവിടെ ശുദ്ധജലം കിട്ടുമെന്ന് ഉറപ്പിച്ചു. ഹനുമാന്റെ നിർദ്ദേശത്താൽ കപികൾ ആ ഗുഹയിലേക്ക് ഇറങ്ങി. സൂര്യചന്ദ്രന്മാരുടെ കിരണങ്ങൾ ഏൽക്കാത്ത ആ ഗുഹയിൽ നിന്ന് സിംഹവ്യാഘ്രാദി മൃഗങ്ങൾ പേടിച്ച് പുറത്തേക്ക് ചാടി. അത്യുഗ്രമായ കൂരിരുട്ടിലും കാഴ്ചശക്തിയുള്ള ശീഘ്രഗാമികൾ അവർ ഭയന്നില്ല. മുമ്പോട്ട് തന്നെ നടന്നു. ഇരുട്ടിന്റെ അംശം പോലും ഇല്ലാത്ത പ്രശാന്തസുന്ദരമായ ഒരിടത്ത് അവർ എത്തി. ഫലവൃക്ഷങ്ങൾ വളർന്നു നിൽക്കുന്ന ആ സ്ഥലത്ത് രമ്യഹർമ്മ്യങ്ങൾ അനവധിയുണ്ട്. മികച്ച വാഹനങ്ങൾ, ഓട്, സ്വർണം, വെള്ളി എന്നിവ കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങൾ, ദിവ്യ സുഗന്ധ വസ്തുക്കൾ ഒക്കെ കൂട്ടിയിട്ടിരിക്കുന്നു.
അതിശ്രേഷ്ഠമായ ഭക്ഷണ സാധനങ്ങൾ കൂമ്പാരമായി കിടക്കുന്നു. മാറ്റേറിയ സ്വർണ്ണക്കട്ടികൾ അടുക്കി വച്ചിരിക്കുന്നു. ഇവിടെ ഉജ്ജ്വലകാന്തി പ്രസരിപ്പിച്ചുകൊണ്ട് മരവുരി അണിഞ്ഞു നിന്ന താപസിയെ കണ്ട് എല്ലാവരും തൊഴുതു നിന്നു. ഉഗ്ര താപസിയോട് ഹനുമാൻ അവിടെ എത്തിച്ചേർന്നത് എങ്ങനെയാണെന്ന് അറിയിച്ചു. തുടർന്ന് ധർമ്മമൂർത്തിയുടെയും ആ പ്രദേശത്തിൻ്റെയും കഥകൾ ചോദിച്ചു. ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ ദാനവ രാജാക്കന്മാരുടെ പെരുന്തച്ഛനായ മയൻ എന്ന അസുരശില്പി വളരെ കാലം മഹാരണ്യത്തിൽ തപസ്സു ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി. ബ്രഹ്മാവ് ശുക്രമുനിയുടെ ശാസ്ത്രവിജ്ഞാനം മുഴുവൻ മയന് വരപ്രസാദമായി നൽകി. തപസ്സുകൊണ്ട് മയൻ നേടിയ ശാസ്ത്രവിജ്ഞാനത്താൽ അമ്പരിപ്പിച്ച് നിർമ്മിച്ചതാണിത്. ദിവ്യ പൊൻഗൃഹങ്ങൾ മയന്റെ കൈവിരുത് പ്രകടമാക്കുന്നവയാണ്. ആഗ്രഹിക്കുന്നതെന്തും സിദ്ധിക്കുന്ന വരബലത്താൽ മയൻ താൻ നിർമ്മിച്ച രമ്യഹർമ്മ്യങ്ങളിൽ സസുഖം ഏറെക്കാലം കഴിഞ്ഞു. ഹേമ എന്നൊരു അപ്സരസിനോടുള്ള മയന്റെ ആസക്തിയിൽ ദേവേന്ദ്രന് മയനോട് യുദ്ധം ചെയ്യേണ്ടി വന്നു. അപ്സരസുകളിൽ മനോഹരാംഗിയായ ഹേമയെ വീണ്ടെടുക്കാൻ ഇന്ദ്രൻ മയനെ നിഗ്രഹിച്ചു. ഹേമയുടെ കനകനിർമ്മിത മന്ദിരങ്ങൾ കാക്കുന്ന മേരു സാവർണിയുടെ പുത്രിയാണ് സ്വയംപ്രഭ. പ്രാണപ്രിയ സഖിയായ ഹേമയുടെ വരസിദ്ധിയിലാണ് ഹേമ ദേവലോകത്തേക്ക് പോയ ശേഷവും സ്വയംപ്രഭ ആ ദിവ്യമായ മന്ദിരത്തെ കാത്തു സൂക്ഷിക്കുന്നത്. ഗുഹയിൽ പ്രവേശിക്കുവാനുള്ള കാരണവും സീതാ അന്വേഷണ ശ്രമങ്ങളും ഹനുമാൻ സ്വയംപ്രഭയെ അറിയിച്ചു. അതിശക്തിമാന്മാരായ വാനരന്മാരോട് സർവജ്ഞയായ സ്വയംപ്രഭ അറിയിച്ചു. ബലവീരാദികളുള്ള വാനരന്മാരിൽ സംപ്രീതയായ സ്വയംപ്രഭ വാനരന്മാരുടെ വിശിഷ്ട ദാഹവും തീർത്ത് പുറത്തേക്കുള്ള മാർഗം കാണിച്ചു കൊടുക്കുകയായി. ഗുഹയിൽപ്പെട്ടവരാരും ഇന്നുവരെ തിരിച്ചു പോയിട്ടില്ല. ധർമാനുചാരികളായതിനാലാണ് കപികൾക്ക് ഗുഹയിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുന്നത്. അതിനായി കണ്ണടച്ചു നിൽക്കാൻ സ്വയംപ്രഭ പറഞ്ഞു. കണ്ണുകൾ അടച്ചു നിൽക്കാത്ത ഒരാൾക്കും ഗുഹയ്ക്ക് പുറത്ത് കടക്കാനാവില്ല. കണ്ണടച്ചാൽ മാത്രം പോരാ, കൈത്തലം കൊണ്ട് കണ്ണുകൾ അടച്ചു പിടിക്കണം. ഒരു ഞൊടിയിട കൊണ്ട് കപി സൈന്യത്തെ സ്വയംപ്രഭ ഗുഹയ്ക്ക് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചു. മയന്റെ ഗുഹയിൽപ്പെട്ട വാനരന്മാർ ദിവസങ്ങൾ പോയത് അറിഞ്ഞിരുന്നില്ല. വാനരന്മാർ കൺമിഴിച്ചു. അവധിയായി നൽകിയ ദിവസങ്ങൾ അവസാനിച്ചിരിക്കുന്നു. വിന്ധ്യാഹിമാദ്രിയുടെ താഴ്വരങ്ങളിലെ മരങ്ങളിൽ വസന്തപുഷ്പങ്ങൾ വിരിഞ്ഞിരിക്കുന്നു. വസന്തകാലം ആരംഭിക്കുകയാണ്. പറഞ്ഞ അവധി കഴിഞ്ഞ് സീതയെ കണ്ടെത്താതെ ചെന്നാൽ സുഗ്രീവൻ വധിക്കുമെന്നത് തീർച്ച. ക്രൂരനായ സുഗ്രീവൻ ഇപ്പോൾ രാജാവാണ്. അംഗദൻ പറഞ്ഞു. തന്നെ അഭിഷേകം ചെയ്തത് സുഗ്രീവനല്ല, ശ്രീരാമനാണ്. പണ്ടേ അംഗദനിലുള്ള പകയും കൂട്ടിവെച്ച് വെറും കൈയോടെ ചെല്ലുന്ന അംഗദനെ അതികഠിനമായി ചിത്രവധം നടത്തുവാൻ സുഗ്രീവൻ കൽപ്പിക്കും. അതിനാൽ പുണ്യസാഗര തീരത്ത് താൻ പ്രായോപവേശം ചെയ്യും.